എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഒരു വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബീഫിലല്ല, നമ്മൾ ചിക്കനിലാണത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇരിക്കും, ചിക്കനിലുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നിറയെ ചെറിയുള്ളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണം, എന്നാലാണ് ടേസ്റ്റ് വരിക. എന്നിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ചിക്കൻ ആട്ടോ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല ചതച്ച മുളകുണ്ടല്ലോ, ഞാനിവിടെ എരിവുള്ള മുളകാണ് എടുത്തത്. അപ്പോൾ അത് കാരണം നിറം കുറവാണ്, എരിവെന്നാൽ നല്ലോണം ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് എടുക്കുന്നതാണ് ബെസ്റ്റ്, കാരണം അതാകുമ്പോഴത്തേക്ക് നിറവും കൂടെ കിട്ടുമല്ലോ. എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെന്ത ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റിയാലും മതി. ഞാനിവിടെ അതില്ലാത്തതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനാട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച ചിക്കൻ എല്ലാം കൂടെ അതിലേക്ക് ഇടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നിറം വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സംഭവം കൊള്ളാട്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെ കൂടെ എന്ന് വേണ്ട എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും പറ്റിയ സാധനമാണ്. അപ്പോൾ വൈറൽ ബീഫ് മാത്രമല്ല, നമുക്ക് ഈ ചിക്കനിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്പൈസി ആട്ടോ, എന്നാൽ മസാല വളരെ കുറവാണ്. അപ്പോൾ വേറൊരു വീഡിയോ